നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ശേഷവും ഇറാന്റെ ഭരണ ചുമതലകളിൽ അനിശ്ചിതത്വം തുടരുന്നു. മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുസ്തഫ ഖമനേയി ഇനിയും പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ അവസരത്തിൽ പുറത്തുവരുന്നത് മുൻ ഇറാൻ പ്രസിഡന്റിനെ വാഴിക്കാൻ നടത്തിയ മൊസാദിന്റെ ശ്രമങ്ങളാണ്. അതെ, ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദ്, ഒരു കാലത്ത് ഇസ്രയേലിനെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ച നേതാവ്. ആ വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. 2005 മുതൽ 2013 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്നു. ഒരിക്കൽ ഇസ്രയേലിന്റെ കടുത്ത ശത്രുവും ഇറാന്റെ പ്രസിഡന്റുമായിരുന്ന അഹമ്മദി നെജാദ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് തലവനുമായി നിരന്തര കൂടിക്കാഴ്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ. അഹമ്മദി നെജാദിനെ ഇറാന്റെ നേതാവായി പ്രതിഷ്ഠിക്കാനും മൊസാദ് തലവനായ ഡേവിഡ് ബർണിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങളുണ്ടായതും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആണവ പദ്ധതിയെ ശക്തമായി പിന്തുണച്ച അദ്ദേഹം അമേരിക്കയെയും ഇസ്രയേലിനെയും തുറന്നടിച്ച് നിരവധി പ്രസംഗങ്ങൾ നടത്തിയ നേതാവാണ്. പാശ്ചാത്യ രാജ്യങ്ങളുമായി കടുത്ത ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഉയരുന്ന ആരോപണം ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ പുസ് ഇൻ ബൂട്ട്സ് എന്ന പദ്ധതിയിലൂടെ അദ്ദേഹത്തെ ഒരു ബദൽ നേതാവായി വളർത്താൻ മൊസാദ് ശ്രമിച്ചിരുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നിജാദിനെ തങ്ങളുടെ ചാരനായി റിക്രൂട്ട് ചെയ്യാനും തുടർന്ന് ഇറാനിൽ വീണ്ടും അധികാരത്തിലെത്തിക്കാനും ഇസ്രയേൽ ആസൂത്രണം ചെയ്ത രഹസ്യ പദ്ധതി തകർന്നതായാണ് വെളിപ്പെടുത്തൽ. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വർഷങ്ങളായി ഇറാനിലെ ചില രാഷ്ട്രീയ നേതാക്കളുമായി രഹസ്യബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ആരോപണം. അതിൽ അഹമ്മദി നെജാദിന്റെ പേരും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ നീക്കങ്ങൾ പുറത്തുവന്നതോടെ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ആക്രമണങ്ങൾ നടക്കുകയും സുരക്ഷാ ജീവനക്കാർക്കിടയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോവുകയും പിന്നീട് IRGC കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒരു കാലത്ത് ഇസ്രയേലിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ച നേതാവാണ് അഹമ്മദി നെജാദ്. അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയരുന്നത് തന്നെ ലോക രാഷ്ട്രീയത്തിലെ വലിയ വൈരുദ്ധ്യമായി ആളുകൾ കാണുന്നു. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വിഷയം വൻ ചർച്ചയാകുന്നതും. കൂടാതെ ഇറാനിൽ അധികാരമാറ്റം സംഭവിച്ചാൽ അദ്ദേഹത്തെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും ചർച്ച ചെയ്തിരുന്നു എന്ന അവകാശവാദവും റിപ്പോർട്ടുകളിലുണ്ട്. വീണ്ടും നിജാദിനെ നേതൃനിരയിലെത്തിക്കാൻ ഇസ്രയേൽ രഹസ്യമായി പണം നൽകിയിരുന്നു എന്നും വിദേശത്ത് ഒട്ടേറെ തവണ നിജാദുമായി ചർച്ച നടത്തിയെന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. 2024-ലും 2025-ലും ഹംഗറിയിൽ വെച്ച് നടന്ന കാലാവസ്ഥാ സമ്മേളനത്തിൽ നിജാദ് പങ്കെടുത്തിരുന്നു. ഇവിടെ വെച്ച് ഇസ്രയേൽ പ്രതിനിധികളുമായി നിജാദ് കൂടിക്കാഴ്ച നടത്തി. US ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിൽ ഭരണകൂട അട്ടിമറി ലക്ഷ്യമിട്ട് വർഷങ്ങളോളം നീണ്ടുനിന്ന ഇന്റലിജൻസ് ഓപ്പറേഷനാണ് ഇസ്രയേൽ നടത്തിയത്. എന്നാൽ ഇറാനെതിരായ അമേരിക്കൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി പൊളിയുകയായിരുന്നു. ഇറാൻ ഭരണകൂടവുമായി അഹമ്മദി നെജാദ് അകലുന്നത് മുതലെടുത്ത് 2024-ലാണ് ഇസ്രയേൽ അദ്ദേഹവുമായി രഹസ്യ ചാനലിലൂടെ ബന്ധപ്പെടാൻ തുടങ്ങുന്നത്. ഇതിന്റെ ആദ്യപടിയായി ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ലുഡോവിക്ക സർവകലാശാലയിൽ നടന്ന കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിലേക്ക് അഹമ്മദി നെജാദിനെ ക്ഷണിച്ചു. സമ്മേളനത്തിൽ പങ്കെടുക്കാനെന്ന വ്യാജേന അഹമ്മദി നെജാദും ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉദ്യോഗസ്ഥരും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ചകൾ ക്രമീകരിക്കുകയായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. ഇതിനായി അഹമ്മദി നെജാദിന്റെ വിദേശയാത്രകൾക്കും താമസത്തിനുമുള്ള സാമ്പത്തിക സഹായം നൽകിയത് ഇസ്രയേലായിരുന്നു. അന്നത്തെ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ നേരിട്ട് ബുഡാപെസ്റ്റിലെത്തി അഹമ്മദി നെജാദുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇറാനിൽ ഭരണമാറ്റമുണ്ടായാൽ രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അഹമ്മദി നെജാദിനെ പ്രാപ്തനാക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെയും മൊസാദിന്റെയും പദ്ധതി. ഇതിന്റെ ഭാഗമായി വടക്കൻ ഇറാഖ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ കുർദിഷ് വിമത ഗ്രൂപ്പുകൾക്ക് പരിശീലനവും ആയുധങ്ങളും നൽകാനും പദ്ധതിയുണ്ടായിരുന്നു. ഇറാൻ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി പടിഞ്ഞാറൻ മേഖലകൾ പിടിച്ചെടുത്ത ശേഷം തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് നീങ്ങാനായിരുന്നു തന്ത്രം. എന്നാൽ ഈ സൈനിക നീക്കങ്ങൾ ഒരിക്കലും പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ല. 2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കടുത്ത ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവനകളിലൂടെയും ആണവ പദ്ധതികൾക്ക് നൽകിയ പിന്തുണയിലൂടെയുമാണ് അഹമ്മദി നെജാദ് ശ്രദ്ധേയനായത്. എന്നാൽ അധികാരത്തിൽ നിന്ന് പുറത്തുപോയതോടെ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ കാര്യമായ മാറ്റമുണ്ടായി. 2005 മുതൽ 2013 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്ന അഹമ്മദി നെജാദ് 2009-ലെ വിവാദ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് രാജ്യത്ത് വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു.
അന്ന് അദ്ദേഹത്തിന് നൽകിയ പിന്തുണ നൽകിയിരുന്ന അലി ഖമനേയി പിന്നീട് 2017 വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കരുത് എന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും അഹമ്മദിനെജാദ് അത് അവഗണിച്ച് നാമനിർദ്ദേശം സമർപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കുകയായിരുന്നു. 2021 2024 മത്സരിക്കാൻ ശ്രമിച്ചപ്പോഴും ഗാർഡിയൻ കൗൺസിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളഞ്ഞു. തുടർച്ചയായി 3 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടതോടെ നിലവിലെ ഇറാൻ ഭരണ സംവിധാനത്തിന് കീഴിൽ തനിക്ക് ഇനി അധികാരത്തിൽ തിരിച്ചെത്താനാകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഈ നിരാശയാണ് ശത്രുരാജ്യമായ ഇസ്രയേലുമായി കൈകോർക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചനകൾ. ഇസ്രയേലുമായുള്ള അഹമ്മദിനെജാദിന്റെ രഹസ്യബന്ധം ഇറാൻ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയായിരുന്നു. നിലവിൽ റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിൽ നെജാദ് വീട്ടുതടങ്കലിലാണെന്ന് ഇറാനിലെ 4 ഉന്നത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാനിലെ അട്ടിമറി ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു അഹമ്മദിനെജാദ് എന്നും എന്നാൽ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും മുൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ഇറാനെതിരായ US ഇസ്രയേൽ ആക്രമണത്തിന്റെ ആദ്യ ദിവസം അഹമ്മദിനെജാദിനെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നതായും നെജാദിനെ രക്ഷപ്പെടുത്തി ഹംഗറിയിലെത്തിച്ച് മൊസാദ് തലവനുമായി ഒരു കൂടിക്കാഴ്ച നടത്താനും ഇസ്രയേൽ പ്ലാനിട്ടിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അന്ന് അഹമ്മദിനെജാദിനെ വീട്ടുതടങ്കലിൽ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഇറാനിയൻ സൈനികർക്കെതിരെ ആക്രമണം നടത്തി നെജാദിനെ ഒരു കാറിൽ ഇസ്രയേൽ ഒരു സുരക്ഷിത ഭവനത്തിലേക്ക് മാറ്റി പാർപ്പിച്ചതായും വീണ്ടും ഇറാന്റെ ഭരണതലപ്പത്ത് നെജാദിനെ പ്രതിഷ്ഠിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ നെജാദ് ആ സുരക്ഷിത ഭവനം വിട്ടുപോയതായും റിപ്പോർട്ട് പറയുന്നു. ഇസ്രയേലി ഇന്റലിജൻസുമായുള്ള നെജാദിന്റെ ബന്ധം മൂലം IRGC കസ്റ്റഡിയിലാണ് ഇപ്പോൾ അദ്ദേഹം എന്നാണ് കരുതപ്പെടുന്നത്. അവസാനമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടി കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായിരുന്നു. അന്ന് അദ്ദേഹത്തിനു ചുറ്റും IRGC സൈനികർ വലയം ചെയ്തിരുന്നതായും ചിത്രങ്ങളിൽ വ്യക്തമാണ്. മുഖംമൂടിയും കനത്ത കോട്ടുകളും ധരിച്ചാണ് ഗാർഡുകൾ അദ്ദേഹത്തെ വലയം ചെയ്തത്. നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ വ്യക്തമല്ല. കടുത്ത ഇസ്രയേൽ വിരുദ്ധ യാഥാസ്ഥികനായിരുന്ന അഹമ്മദിനെജാദ് 2005-2013 കാലത്ത് ഇറാൻ പ്രസിഡന്റായിരുന്നു. തന്റെ ഭരണകാലത്ത് ഇസ്രയേലിനെ നശിപ്പിക്കാൻ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്തതിനെ ആവർത്തിച്ച് നിഷേധിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനർത്ഥം അവർക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് എന്ന് നെജാദ് സൂചന നൽകി. നെജാദ് ഓഫീസ് വിട്ട ശേഷം ഇറാൻ ഭരണകൂടം തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നെജാദിനെ പലതവണ അയോഗ്യനാക്കി. അതോടെ അടുത്ത കാലത്തായി ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ വിമർശകനായി അദ്ദേഹം മാറി. ഖമനേയി ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അഴിമതിയും മോശം ഭരണവും നെജാദ് കടുത്ത വിമർശനത്തിന് ഇരയാക്കി. തീവ്ര നിലപാടുകാരനായിരുന്ന നെജാദ് പിന്നീട് കൂടുതൽ മിതവാദിയാകുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. സാധാരണക്കാരായ ഇറാനികളുടെ വക്താവാണ് താനെന്ന് നെജാദ് സ്വയം സ്ഥാപിക്കാൻ ശ്രമിച്ചുപോന്നു. US-ഉം ഇസ്രയേലും കൂടി ഇറാനെ ഒരു വിദേശിയുടെ കരങ്ങളിൽ ഭരണമേൽപ്പിക്കും എന്ന ഭയം അഹമ്മദിനെജാദിന് ഉണ്ടായിരുന്നതായും മൊസാദ് ഏജന്റായി അദ്ദേഹം മാറിയതിനു പിന്നിൽ ഈ ആശങ്ക ഉണ്ടായിരുന്നതായും റിപ്പോർട്ട് പറയുന്നു. താൻ ഇറാന്റെ അധികാരത്തിൽ വന്നാൽ ഇറാൻ ഇസ്രയേലിനെ അംഗീകരിക്കുമെന്നും എബ്രഹാം കരാറുകളിൽ ചേരുകയും ചെയ്യുമെന്നും നെജാദ് പറഞ്ഞിരുന്നു.